നട്ടെല്ല് നിവർത്തിയിരുന്ന ശേഷം പ്രഖ്യാപിക്കൂ എന്ന് പറയും. കണ്ണടച്ച് നിവർന്നിരുന്ന നമ്മുടെ ശരീരം മുഴുവൻ പല പ്രകാരത്തിലുള്ള ആയുധ വർഷങ്ങളെ കൊണ്ട് ചിന്നിച്ചിതറിപ്പോകുന്നതായിട്ട് ഭാവനയിൽ കണ്ടോളൂ. പക്ഷേ അങ്ങനെ ശരീരം തുണ്ടം തുണ്ടമായി വിഘടിതമായതൊക്കെ നോക്കി കണ്ടുകൊണ്ട് ഞാൻ വർത്തിക്കുന്നു എന്നിട്ട് മനസ്സിൽ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുക. എന്ത്? നൈനം ചിന്തന്തി ശസ്ത്രാണി അച്ഛേദ്യ അഹം. അതിനുശേഷം വലിയ അഗ്നികുണ്ഡം ഭാവനയിൽ കാണും. അതിൽ നമ്മൾ എടുത്തെറിയപ്പെട്ടോട്ടെ, ദഹിച്ച് ശരീരം ദഹിച്ച് ഭസ്മായിക്കോട്ടെ. പക്ഷെ ആ കാഴ്ചയും കണ്ടുകൊണ്ട് ഞാൻ വർത്തിക്കുന്നു. അദാഹ്യഹം നൈനം ദഹതി പാവകഃ അദാഹ്യഃ അഹം. പിന്നെ ഒരു വലിയ വെള്ളച്ചാട്ടം ഭാവനയിൽ കാണാം. എന്നിട്ട് അതിൽ നിങ്ങൾ കുത്തിയൊഴുകി ശരീരം മുട്ടിയും തട്ടിയും ചീഞ്ഞ് അളിഞ്ഞ്, പക്ഷെ അതും കണ്ടുകൊണ്ട് ഈ ബോധം വർത്തിക്കുന്നു. ചൈനം ക്ലേദയന്ത്യാപഃ അക്ലേദ്യഃ അഹം. എങ്ങനെ ഭാവന ചെയ്തൂടെ, ധ്യാനിച്ചൂടെ, ആസ്വദിക്കൂ. ആത്മനി മയാ കൽപ്പിതത്വേന മിഥ്യാഭൂതൈഃ വായു ആദിഭിഃ വസ്തുനഃ അദ്വിതീയസ്യ അസംഗസ്യ ആത്മനഃ ശോഷാദയഃ ന സംഭവതി ഇതി കിമു വക്തവ്യം ഇത്യർത്ഥഃ. മയാ കൽപ്പിതേന, എന്നാൽ കൽപ്പിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അധ്യാസിതമാണ് വായു മുതലായവ. ഈ വായു മുതലായവയ്ക്ക് അതേ റേഞ്ചിലുള്ള ആകാശത്തെ പോലും ഒന്നും ചെയ്യാൻ പറ്റണില്ല അല്ലേ? ഇപ്പോൾ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിൻ്റെയും വായുവിൻ്റെയും അഗ്നിയുടെയും ജലത്തിൻ്റെയും ഭൂമിയുടെയും സ്റ്റാറ്റസ് ആകാശത്തിൻ്റെ സ്റ്റാറ്റസിന് സമാണ് അല്ലേ? സെയിം ഡയമെൻഷനാണ്. പക്ഷേ ഒരേ ഡയമെൻഷനിലുള്ള ആകാശത്തെ തന്നെ വായു ആദികൾക്കൊന്നും ചെയ്യാൻ പറ്റണില്ലെങ്കിൽ പിന്നെ ആത്മാവുമായിട്ട് പരിഗണിക്കുമ്പോൾ ഇത് റിലേറ്റീവാണ്, ആത്മാ അബ്സല്യൂട്ടാണ്. ഇത് സാപേക്ഷികമാണ്, ആത്മാ നിരപേക്ഷമാണ്. അപ്പോൾ നിരപേക്ഷമായ ആത്മാവിനെക്കുറിച്ച് അതിൻ്റെ നാശത്തെ സംബന്ധിച്ച് ഒരു ചോദ്യവും പ്രസക്തമല്ല എന്നർത്ഥം. മനസ്സിലാവണില്ലേ? നാശത്തിൻ്റെ ചോദ്യം ഉദിക്കുന്നില്ല എന്ന്. ഓക്കെ. ന ശോഷപ്ലോഷ വിക്ലേദ. ശോഷം എന്ന് പറഞ്ഞാൽ വായു കൊണ്ടുണ്ടാകുന്ന ശോഷണം, പ്ലോഷം എന്ന് പറഞ്ഞാൽ ജലം കൊണ്ടുണ്ടാകുന്ന ചീയൽ മുതലായവ, വിക്ലേദം പ്ലോഷം എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ടുണ്ടാകുന്ന ദഹനം, വിക്ലേദം എന്ന് പറഞ്ഞാൽ ജലം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ. ഛേദാശിന്നഭസോ മമ. ഇതൊന്നും തന്നെ ചിന്നഭസ സ്വരൂപിയായിട്ടുള്ള, അതായത് ചിതാകാശ സ്വരൂപിയായിട്ടുള്ള മമ ആത്മനഃ, എൻ്റെ ആത്മാവിന് സംബന്ധിക്കുന്നില്ല. സത്യൈഹി അപി അനിലാഗ്നി അംഭഃ. ഒരേ സത്യത്വമാണ് അഗ്നിയാദികൾക്ക് ആകാശവുമായിട്ട് സംബന്ധിച്ചിട്ട്. അവിടെ പോലും ഒന്നും ചെയ്യാൻ സമർത്ഥമല്ലെങ്കിൽ ശസ്ത്രൈഹി കിമുത് കൽപ്പിതൈഹി. എന്നെ സംബന്ധിച്ചിടത്തോളം, ആത്മസ്വരൂപയെ സംബന്ധിച്ചിടത്തോളം ഇവ കൽപ്പിതങ്ങളാണ്. അപ്പം കൽപ്പിതങ്ങളായ അവയ്ക്ക് എന്നെ ഒരു പ്രകാരത്തിലും സ്പർശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അഗ്നിയാദികളെ കൊണ്ട് യാതൊരു തരത്തിലും ദ്രോഹിക്കപ്പെടുന്നവനാകുന്നില്ല. ഓക്കെ. നനു പ്രത്യേകാത്മാ പരിച്ഛിന്ന ഏവ അനുഭൂയതേ. അങ്ങയുടെ വാദമുഖങ്ങളൊക്കെ
സാദരം പരിഗണിക്കുന്നു. സ്റ്റിൽ വാട്ട് സ്റ്റിൽ? ഐ ഫീൽ വാട്ട് യു ഫീൽ. പ്രത്യേകാത്മ പരിച്ഛിന്നമാണെന്ന് തോന്നുന്നു. അഹം ഇഹ അസ്മി ഇതി പ്രതീതേ ബ്രഹ്മച സർവഗം നിത്യം വിഭു ഇത്യാദി ശ്രുതേഹേ. ഞാനിവിടെ ഇരിക്കുന്നു അല്ലേ, കുറച്ചു മുമ്പ് ഇവിടെ ആയിരുന്നില്ല, ഓടിപ്പിടിച്ചു വന്നതാ. പക്ഷെ ബ്രഹ്മം അങ്ങനെയല്ല, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്, സർവർത്രകം. അങ്ങയുടെ യുക്തിയൊക്കെ കൊള്ളാം, പക്ഷെ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയാം. അതഹ നായം ബ്രഹ്മേതി ആശങ്ക്യ. നമുക്ക് ഉടനെ സ്ഥാപിക്കാൻ ഇഷ്ടം എന്താണ്? ഞാൻ ബ്രഹ്മല്ല. അതിലെന്ത് ഇത്ര ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുക. ബാക്കി കാര്യങ്ങൾ പറയണത് ഇന്നലെ സൂചിപ്പിച്ചില്ലേ, അവിടെയൊന്നും യുക്തിയില്ല, ശാസ്ത്രവും ഉണ്ടാവാറില്ല അല്ലേ, എന്നിട്ടും വളരെ വിശ്വാസം. ഇപ്പം ഈ തെരുവോരത്തൊക്കെ കൈ നോക്കണവർക്കൊക്കെ ഒരു ശാസ്ത്രാവബോധമൊന്നും ഉണ്ടാവാൻ വഴിയില്ല അല്ലേ, ചുമ്മാ അവിടെ ഇരുന്ന്. അത് നിങ്ങൾ വന്നിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ കാര്യം അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ സ്വാമിക്ക് നോക്കിയിരുന്നിട്ട് ചിലതൊക്കെ അടിച്ചാൽ മൈൻഡ് റീഡിങ്, അത് വലിയ സാമർഥ്യമൊന്നും വേണ്ട, കുറേ അനുഭവ പരിചയം ഉണ്ടായിരിക്കുക. എന്നിട്ടിങ്ങനെ മുഖത്തിങ്ങനെ തറപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. മാത്രമല്ല ഇത് പലതും നമ്മൾ പരിഭ്രമത്തിനിടയ്ക്ക് പറഞ്ഞു പോകുന്നത് തന്നെയാണ്. അതവർ പിന്നീട് അവർ വളരെ അലേർട്ടായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേൾക്കണമൊക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കുക. എന്നിട്ട് ഇവരിങ്ങനെ പരിഭ്രമത്തിൽ അതൊക്കെ പറഞ്ഞു പോകും. അവസാനം പിന്നെ ഒക്കെ നാം മനസ്സിലാക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞെടുത്തിട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ മനസ്സിലായി? അത്രയൊക്കെ തന്നെയുള്ളൂ. ആട്ടെ, അതിലൊക്കെ എന്തൊരു വിശ്വാസമാണ്. ഇതാണെങ്കിലോ എന്തെങ്കിലും ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മല്ല കേട്ടോ. വീണ്ടും ലക്ഷ്മീധര കവി കാരുണ്യത്തോടെ ആത്മനഃ സർവഗതത്വം യുക്തിയാ സംഭാവയന്ന് ആഹ. ആത്മാവിൻ്റെ സർവഗതത്വത്തെ വീണ്ടും യുക്തിപൂർവം സമർപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആളെത്ര ഉത്സാഹിച്ചാലും നമ്മൾ മനസ്സ് വെച്ചില്ലെങ്കിൽ നടപ്പില്ല കേട്ടോ. അതുള്ള കാര്യം പറയാം. കവി ഗംഭീരമായിട്ട് സ്ഥാപിച്ച് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സ് വയ്ക്കില്ല വെച്ചാലോ നോബഡി ക്യാൻ ഹെൽപ്പ്. അപ്പം കാരുണ്യത്തെ സാദരം സ്വീകരിക്കണേ, എന്നിട്ട് അങ്ങോട്ട് തീരുമാനിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനുള്ള തത്രപ്പാടില്ലേ, യുക്തി ഇല്ലാതെ പോലും ഇത് യുക്തിഭദ്രല്ലേ എന്ന് ചോദിക്കുക. അഭാരൂപസ്യ വിശ്വസ്യ ഭാനം ഭാസന്നിധേർവിനാ കദാചിന്നാവകൽപേത ഭാജാഹം തേന സർവഗഃ. അഭാരൂപസ്യ വിശ്വസ്യ ഭാനം ഭാസന്നിധേർവിനാ കദാചിന്നാവകൽപേത ഭാജാഹം തേന സർവഗഃ. അഭാരൂപസ്യ അചിത് രൂപസ്യ. അഭാരൂപം എന്ന് പറഞ്ഞാൽ അചിത് രൂപം എന്ന് പറഞ്ഞാൽ ചേതന ഇല്ലാത്തത്, ജഡം, ഇനേർട്ട്. അഭാരൂപസ്യ അചിത് രൂപസ്യ ജഡസ്യ ഭാനം പ്രകാശം. അഭാരൂപസ്യ വിശ്വം എന്ന് പറഞ്ഞാൽ കാണുന്നതൊക്കെ. ഈ കാണുന്ന വിശ്വത്തിൻ്റെ സ്വഭാവം എന്താണ്? അഭാരൂപം എന്ന് പറഞ്ഞാൽ അചിത് രൂപം എന്ന് പറഞ്ഞാൽ ജഡം എന്ന് പറഞ്ഞാൽ ഇനേർട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അഭാരൂപസ്യ വിശ്വസ്യ ഭാനം പ്രകാശം ഭാ സന്നിധിം വിനാ. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തെ കൂടാതെ
ചൈതന്യ സംബന്ധം വിന, ചൈതന്യത്തിൻ്റെ സംബന്ധം കൂടാതെ ഇത്യർത്ഥ. ജഡാത്മകമായ പ്രപഞ്ചത്തിൻ്റെ പ്രകാശം ചൈതന്യ സംബന്ധം കൂടാതെ ന അവകൽപ്പേത, നോട്ട് പോസിബിൾ. കഥാചിതപി, ഒരിക്കലും ന അവകൽപ്പേത, ന സംഭവേത്, ഒരിക്കലും സംഭവിക്കുന്നില്ല. ഇപ്പം ചൈതന്യത്തിൻ്റെ സഹായം കൂടാതെ ജഡാത്മകമായ പ്രപഞ്ചത്തിന് പ്രകാശം സംഭാവ്യം അല്ല. വസ്തുത മനസ്സിലായോ? അപ്പോൾ പിന്നെ ആരാണ് ഈ പ്രപഞ്ചത്തെ പ്രകാശമാനമാക്കുന്നത്? ആ ഭാസ്, ആ പ്രകാശം ച അഹം, ഐ ആം ദി ഇല്യൂമിനേറ്റർ, ഞാനാണ് ഇതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. ഭാചാഹം, ഞാൻ പ്രകാശസ്വരൂപിയാകുന്നു, ചൈതന്യ സ്വരൂപിയാകുന്നു. ജഡാത്മകമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ പ്രകാശം സാധ്യമല്ല. ആ പ്രകാശം ഞാനാകുന്നു. ഭാചാഹം തേന, അതുകൊണ്ട് ചൈതന്യരൂപശ്ചാഹം പ്രത്യേകാത്മാ, ചൈതന്യരൂപിയായിട്ടുള്ള പ്രത്യേകാത്മാവാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് തേന ജഡ സർവപ്രപഞ്ച ഭാസകത്വേന പ്രത്യേകാത്മാ സർവഗഃ, ജഡാത്മകമായ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ആരാണ്? സർവഗനാണ്. സർവഗൻ, സർവവ്യാപി. ഓക്കെ, ഞാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ബഹുയോജന ദൂരവർത്തി ചന്ദ്രസൂര്യമണ്ഡലം തതഹാപി അതിദൂരവർത്തി ധ്രുവാദി നക്ഷത്രാണി ച പ്രത്യേകാത്മനഃ ഭാസന്തെ. വളരെ ദൂരെ വർത്തിക്കുന്ന ചന്ദ്രനാകട്ടെ, സൂര്യനാകട്ടെ, അതിനും അപ്പുറത്തുള്ള ധ്രുവ നക്ഷത്രങ്ങളൊക്കെ ആവട്ടെ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് ആരാ? ഞാനാണ്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ വ്യാപിച്ചിരിക്കുന്നു. ജഡാനാം തേഷഭാനം സ്വതഃ ന സംഭവതി, അവയൊക്കെ ജഡമായതുകൊണ്ട് അവയ്ക്ക് പ്രകാശിക്കാൻ സ്വയമേവ സാധിക്കില്ല. സ്വതഃ ന സംഭവതി. കിന്തു സ്വപ്രകാശരൂപ ആത്മചൈതന്യ സംബന്ധബലേനേവ, സ്വപ്രകാശരൂപിയായിട്ടുള്ള സ്വയം പ്രകാശിക്കാൻ സാധിക്കുന്ന, അല്ലേ? നമ്മൾ സ്വയം പ്രകാശിയാണ് എന്ന് പറയുക. കാരണം എന്താണ്? ഞാനുണ്ട് എന്നറിയുന്നതിന് വേറെ ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ല. ബാക്കി എന്തുണ്ടെന്നറിയണമെങ്കിലും ഈ ഞാൻ അംഗീകരിക്കണം. സ്വപ്രകാശ രൂപിയായിട്ടുള്ള ആത്മചൈതന്യ സംബന്ധബലേനൈവ, ആത്മചൈതന്യത്തിൻ്റെ സംബന്ധബലം കൊണ്ട് മാത്രമാണ് തത് വക്തവ്യം, ഇതൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അതുകൊണ്ട് ആത്മാ സർവവ്യാപിയാണ് എന്നർത്ഥം. പരിച്ഛിന്നതാ പ്രതീതിശ്ച ആത്മനഃ അഭിവ്യക്തക ഉപാധി പരിച്ഛേദാത് ഭ്രാന്ത്യാ ഉപലഭ്യതേ. പക്ഷെ ദി പ്രോബ്ലം ഈസ്, വാട്ട് ഈസ് ദി പ്രോബ്ലം? യു നോ, വി നെവർ ഫീൽ. So you start. അങ്ങോട്ട് ബോധ്യമാവണില്ല ഞാൻ സർവ്വവ്യാപിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഏത്? ഈ ജഡാത്മകമായത് മുഴുവൻ പ്രകാശിക്കുന്നത് ഈ ചൈതന്യത്തിൻ്റെ സഹായം കൊണ്ടാണ്, ചൈതന്യ സംബന്ധം കൊണ്ടാണ്. എഗ്രീഡ്. പക്ഷേ ആ ഒരു അറിവ് എനിക്കൊരു ഗുണവും ചെയ്യുന്നില്ല. ഇപ്പോഴും എനിക്ക് എന്താ തോന്നൽ? കിഞ്ചിത് വ്യാപി. മനസ്സിലാവില്ലേ? വാട്ട് ടു ഡു? പറയണു, പരിച്ഛിന്നതാ പ്രതീതി. ഞാൻ പരിച്ഛിന്നനാണ്, ലിമിറ്റഡ് ആണ് എന്നുള്ള പ്രതീതി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്മനഃ അഭിവ്യഞ്ജക ഉപാധി പരിച്ഛേദാത്.
ഉപാധി ഉണ്ടല്ലോ. ഉപാധി എന്ന് പറഞ്ഞാൽ പ്രകടമായി തീരാനുള്ള മാധ്യമം. അങ്ങനെയുള്ള മാധ്യമത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തു പോയതുകൊണ്ടാണ്, താതാത്മ്യം കൊണ്ടാണ്. നമ്മൾക്ക് താതാത്മ്യം ചിലപ്പോഴൊക്കെ വ്യാപിപ്പിക്കാൻ പറ്റാറുണ്ട്. അമ്മയ്ക്ക് കുട്ടിയിലേക്ക് താതാത്മ്യം വളർത്താൻ പറ്റുന്നുണ്ട്. അവനെന്തെങ്കിലും പറ്റിയാൽ, അവൾക്കെന്തെങ്കിലും പറ്റിയാൽ നമുക്ക് നോവാറുണ്ട് അല്ലേ? ഇതുപോലെ താതാത്മ്യം സങ്കോചിക്കുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ താതാത്മ്യത്തിൽ നിന്ന് പിൻവാങ്ങാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തിൽ സർവ്വവ്യാപിയാണ്. അപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇത്രയാണ് ധ്യാനിക്കാനുള്ളത്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാനെന്ന് എനിക്ക് തോന്നുന്നില്ലേ, അത് വാസ്തവത്തിൽ സങ്കുചിതമായ ഒരു ഞാനിൻ്റെ പ്രകടനമാണ്. അത് തന്നെ വിശകലനം ചെയ്തു പോയി കഴിഞ്ഞാൽ അനന്തവും ചൈതന്യ സമ്പന്നവും ആണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ കൂടുതൽ 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 ആഴങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, പണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തത്വസ്യാദി മഹാവാക്യങ്ങളാൽ ആചാര്യന്മാരും ശാസ്ത്രഗ്രന്ഥങ്ങളുമൊക്കെ അത് നീയാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാനെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു ഞാനിനെ അല്ല ഞാനിപ്പോൾ ഞാനെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ? സോ വാട്ട് യു ഹാവ് ടു ഡു? എന്താ ചെയ്യേണ്ടത്? ശരിയായ ഞാനെ അറിയാം. അവരെന്തർത്ഥത്തിലാണ് നീ എന്ന് പറഞ്ഞത്? നീയെ ഞാൻ എന്നറിയാം. ഇപ്പോഴറിയണ ഞാനോ? ഞായേ. ഓക്കെ, തേന സർവക. സ്വപ്നത്തിൻ്റെ ദൃഷ്ടാന്തം ഓർമ്മിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. സ്വപ്ന ലോകം പരന്ന് കിടക്കുകയാണ്. പക്ഷേ അതിൽ ഓരോന്നിനും പ്രകടമാകാനുള്ള അനുഗ്രഹം എന്നിൽ നിന്ന് ലഭിച്ചതാണ് അല്ലേ? അതുകൊണ്ട് ഞാനതിൽ ഓരോ തരിയിലുമുണ്ട് എന്നർത്ഥം. ഓരോ അംശത്തിലും ഞാനേ ഉള്ളൂ. ശരിയല്ലേ? ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക്. അതാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചത്. അപ്പം ആ വിളക്കിനെ കണ്ട് അതിൻ്റെ ആഴം അറിഞ്ഞാൽ അത് സർവ്വതമാണ് എന്ന് ബോധ്യമാവും. ഓക്കെ, ഒരു പേപ്പറിൽ നമ്മൾ കുറേ കുത്തിടുന്നു. കുത്തുകൾ തമ്മിൽ അകലമുണ്ട്, റൈറ്റ്? പക്ഷേ ഒരു കുത്തും പേപ്പറും തമ്മിൽ എത്ര അകലമുണ്ട്? അകലമില്ലേ? ഇതുപോലെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ, വസ്തുക്കൾ തമ്മിൽ അകലമുണ്ട്. ഒരാൾ ഇവിടെ ഇരിക്കുന്നു, ഒരാൾ അവിടെ ഇരിക്കുന്നു. ഓക്കെ, പക്ഷേ ഇതൊക്കെ എവിടെ ഇരിക്കുന്നു? ബോധം എന്ന പ്രതലത്തിലെ വിവിധ ബിന്ദുക്കളാണ്. ബിന്ദുക്കൾ തമ്മിൽ അകലമുണ്ടാകാം, പക്ഷെ ബിന്ദുവും പ്രതലവും തമ്മിൽ, ഞാൻ അറിഞ്ഞതും അറിവാകുന്ന ബോധപ്രതലവും തമ്മിൽ അകലമില്ല. ആസ്വദിക്കൂ. അഭാരൂപസ്യ വിശ്വസ്യ. ഈ പ്രപഞ്ചം ജഡാത്മകമാണ്. സൂര്യന് പോലും പ്രകാശമുണ്ട് എന്ന് പറയുന്നത് ഫോട്ടോൺ കണങ്ങളുടെ പ്രവാഹമേ ഉള്ളൂ. പക്ഷെ അത് ബോധിക്കണമെങ്കിൽ എന്ത് വേണം? അവെയർനെസ് വേണം. ദാറ്റ് ഈസ് ദി റിയൽ ലൈറ്റ്. മനസ്സിലായില്ലേ? ശുദ്ധമായ പ്രകാശം എന്ന് പറയുന്നത് അറിവിൻ്റെ പ്രകാശമാണ്, അല്ലാതെ ഫോട്ടോൺ കണങ്ങളുടെ പ്രവാഹം അല്ല. അത് വീണ്ടും ജഡമാണ്. ഓക്കെ, അഭാരൂപസ്യ വിശ്വസ്യ ഭാനം ഭാ സന്നിധേർ വിനാ. ഭായുടെ സാന്നിധ്യം വേണം, എങ്കിലേ ഭാനം സാധ്യമാവുള്ളൂ. ഏതിന്? അഭാരൂപമായ ജഗത്തിന്.
കഥാചിന്നാവകൽപ്പേത. അതൊരിക്കലും സംഭവിക്കില്ല. ഏത്? ഭാസന്നിധി ഇല്ലാതെ എന്നർത്ഥം. ഭാചാഹം തേന സർവകഃ. ആ ഭാസ് ഞാനാകുന്നു, ആ പ്രകാശം ഞാനാകുന്നു, അതുകൊണ്ട് ഞാൻ സർവവ്യാപിയാകുന്നു. ഓക്കെ, നോൺസെൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ അതോ സെൻസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഓ, അപ്പോൾ ആലോചിച്ച് പ്രയോജനപ്പെടുത്തും ഇല്ലേ? പെടുത്തും. ഓക്കെ, മോസ്റ്റ് വെൽക്കം. നഹി ഭാനാദൃതേ സത്വം നൃതേ ഭാനം ചിതോചിതഃ ചിത് സംബന്ധോപി നാധ്യാസാത് ഋതേ തേനാഹമദ്വയഃ. നഹി ഭാനാദൃതേ സത്വം നൃതേ ഭാനം ചിതോചിതഃ ചിത് സംബന്ധോ വിനാധ്യാസാത് ഋതേ തേനാഹമദ്വയഃ. ഇനി പറയണു, ഞാൻ സർവർഗമാണ് എന്ന് പറഞ്ഞല്ലോ, സർവത്ര വ്യാപിയാണ് എന്ന് പറഞ്ഞല്ലോ, സർവവ്യാപിയാണെന്ന് പറഞ്ഞല്ലോ. ഈ സർവവ്യാപി എന്ന് പറയുന്നിടത്തൊരു വലിയ കുഴപ്പമുണ്ട്. സർവവ്യാപി എന്ന് പറയുന്നിടത്ത് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഓ, കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് സ്വാമി. പക്ഷെ എന്താ കുഴപ്പം ചോദിച്ചാൽ അതങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമുണ്ടെന്ന്. എന്താ കുഴപ്പം? വെരി ഗുഡ്. സർവവ്യാപി എന്ന് പറയുമ്പോൾ സർവം ഉണ്ട് അല്ലേ? സർവം എന്ന് പറഞ്ഞാൽ എല്ലാം, എല്ലാം ഉണ്ട്. പിന്നെയോ വ്യാപിക്കാനുള്ളതും ഉണ്ട്. അത് ഞാനാണെന്ന് ഉറപ്പായല്ലോ. അപ്പം ഞാൻ എല്ലാറ്റിലും വ്യാപിക്കണു എന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ട്, വ്യാപിക്കാനുള്ള ഇടവും ഉണ്ട്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയുണ്ടോ? ഓ ഓ ഉണ്ട്. ഉണ്ടെന്നോ ഇല്ലയെന്ന് പറഞ്ഞേ? ഉണ്ട്. പക്ഷേ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. പഞ്ചസാര ലായനിയിലെ പഞ്ചസാര ഒരിക്കലും ലായനി ആവുന്നില്ല. അറിയോ എന്താ സംഭവിക്കുന്നത്? പഞ്ചസാരയുടെ മോളിക്യൂൾസ്, തന്മാത്രകൾ, ജലത്തിൻ്റെ തന്മാത്രകൾക്കിടയിൽ പോയി ഒളിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എന്തുണ്ട്? ജലവുമുണ്ട്, തന്മാത്രയുണ്ട്. അതുകൊണ്ടാണ് പൂരിത ലായനി എന്ന് പറയും അല്ലേ? വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. എന്താ സംഭവിച്ചത്? മാക്സിമം പഞ്ചസാര ഇട്ട് ഇളക്കി ലയിപ്പിച്ചു. ഇനി പഞ്ചസാര ഇട്ടാൽ എന്ത് സംഭവിക്കും? അലിയില്ല. ഇനി അലിയിക്കാൻ എന്ത് ചെയ്യണം? ചൂടാക്കണം. വേറെ ഉണ്ടേ, ചൂടാക്കണം. ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ തന്മാത്രകൾ ഒന്നുകൂടി അടുത്തിരിക്കും. അപ്പോൾ കുറച്ചുകൂടി കൊണ്ടുവന്നർത്ഥം അല്ലേ? അതും ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇനി ആ പഞ്ചസാരയെ തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യാം? ജലത്തെ നീരാവിയാക്കി മാറ്റിയാൽ അതങ്ങോട്ട് വേറെ, മറ്റേത് അവിടെ കിടക്കും. ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ വ്യാപിക്കണു എന്ന് പറയുമ്പോൾ രണ്ടുണ്ടാവും. ശ്രദ്ധിക്കണേ. നിങ്ങൾ വലിയ അദ്വൈതമൊക്കെ പറഞ്ഞിട്ട് സർവ്വവ്യാപിയാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. സർവ്വവ്യാപി എന്ന് പറയുന്നിടത്ത് ഈ സാരമായ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇവിടെ തിരുത്തുന്നു. ഞാൻ അദ്വൈതനാണെന്ന് സ്ഥാപിക്കുന്നു. നഹി ഭാനാദൃതേ സത്വം
ഭാനാത് ഋതേ പ്രകാശത്തിൻ്റെ അനുഗ്രഹമില്ലാതെ സത്യഭാവം ഉണ്ടാവില്ല. ചൈതന്യ സംബന്ധം വിന ഭാനം പ്രകാശ നാസ്തി. സ്വതഃ ഭാനവത്വേ ജഡത്വ അഭാവപ്രസംഗാത് ഇത്യർത്ഥഃ. ജഡാത്മകമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വയം പ്രകാശിക്കാൻ പറ്റില്ല. അപ്പം അതിന് ഈ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പ്രകാശിക്കാൻ പറ്റുന്നത്. ചിത് സംബന്ധ അപി ന അധ്യാസാത് ഋതേ. അധ്യാസം കൂടാതെ ചിത്തിന് ജഡവുമായിട്ട് സംബന്ധം ഉണ്ടാവില്ല. ചിത്ത്, കോൺഷ്യസ്നസ്, ചൈതന്യം, ഒരിക്കലും ജഡമായ സംബന്ധം സാധ്യമല്ല. ഇനേട്ടുമായിട്ടൊരു സംബന്ധം പറ്റില്ല. സംബന്ധങ്ങൾ പലതുമുണ്ട്. എന്തൊക്കെ സംബന്ധങ്ങളാണ്? സംയോഗ സംബന്ധം, സമവായ സംബന്ധം, കാര്യകാരണ സംബന്ധം, താതാത്മ്യ സംബന്ധം, വിഷയവിഷയീ സംബന്ധം, ഇങ്ങനെയൊക്കെ ഒരുപാട് സംബന്ധങ്ങളൊക്കെ ഉണ്ട്. അത് ശരി, ഞാൻ വിചാരിച്ചു വേറെയും സംബന്ധമുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ചൈതന്യവും ജഡവും തമ്മിലുള്ള സംബന്ധം ഇതൊന്നും ആകാൻ വഴിയില്ല. നമുക്ക് സാധാരണയിൽ മനസ്സിലാക്കാൻ ഇരുളും വെളിച്ചവും തമ്മിൽ ആലോചിച്ചാൽ മതി. ഇരുട്ടും വെളിച്ചവും തമ്മിൽ എപ്പോഴെങ്കിലും സംബന്ധം സാധ്യമാണോ? സാധ്യമല്ല എന്നർത്ഥം. തമഃ പ്രകാശവത് വിരുദ്ധ സ്വഭാവ. ചൈതന്യവും ജഡവും തമസും പ്രകാശവും പോലെ, ഇരുളും പ്രകാശവും പോലെ വിരുദ്ധ സ്വഭാവമാണ്. അത് തമ്മിലുള്ള സംബന്ധം സാമാന്യേന അഥവാ സാധാരണഗതിയിൽ സാധ്യമല്ല തന്നെ. പക്ഷേ ഇവിടെ ഇത് സാധിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് സാധിച്ചത്? അധ്യാസം കൊണ്ട്. എന്താണ് അധ്യാസം? ഒന്ന് അതിൻ്റെ സ്വരൂപം കൈവടിയാതെ തന്നെ മറ്റൊന്നായിട്ട് പ്രകടമാവുന്നു. അപ്പോൾ മറ്റൊന്നായിട്ട് പ്രതീതമാകുമ്പോഴും അതിൻ്റെ സ്വരൂപം കൈവടിഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നില്ലേ? സ്വസ്വരൂപം പരിത്യജ്യ രൂപാന്തര ആപത്തി. സ്വന്തം രൂപം കൈവടിയാതെ മറ്റൊന്നായിട്ട് പ്രകടമായിരിക്കുന്നു. ഇതിനെയാണ് അധ്യാസം എന്ന് പറയുക. ഫേമസ് ആയിട്ടുള്ള ദൃഷ്ടാന്തമൊക്കെ ഉണ്ടല്ലോ. കയറിനെ കയറെന്ന് അറിയുന്നതിന് പകരം പാമ്പെന്ന് അറിഞ്ഞു. അപ്പോൾ പാമ്പിനെ കയറിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തു, അഥവാ കയറിൽ പാമ്പിനെ അധ്യാരോപം ചെയ്തു. ഇങ്ങനെ ഒരു അധ്യാസം കൊണ്ടാണ് ചൈതന്യവും ജഡവുമായിട്ട് സംബന്ധം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ജഡാത്മക പ്രപഞ്ചത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ്
അത് ഉള്ളതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജഡാത്മക പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. കാരണം അധ്യാസം കൊണ്ടേ ഇത് പ്രകാശിപ്പിക്കൽ നടക്കുള്ളൂ. അധ്യാസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തതിനെ കാണുക എന്ന് തന്നെ അർത്ഥം. ഓക്കെ, അപ്പം ഞാൻ ആരാണ്? അദ്വയമാണ്. സർവവ്യാപി എന്ന് പറഞ്ഞാൽ പാമ്പിൽ കയർ വ്യാപിച്ചിരിക്കുന്നത് പോലെയാണ് സർവവ്യാപിയായിരിക്കുന്നത്. എന്താ വ്യത്യാസം? കയറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാമ്പിനെ കണ്ടതോ? പ്രതീതി. അപ്പം പാമ്പിൽ കയർ സർവവ്യാപിയായിരിക്കുന്നത് പോലെയാണ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ സർവവ്യാപിയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ജോലിക്ക് പോവുക, മാന്യമര്യാദയായിട്ട് ജോലി ചെയ്യുക, തിരിച്ചു വരിക, ഭക്ഷണം കഴിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ മുടക്കം കൂടാതെ ചെയ്യണേ. അത് പിന്നെ എങ്ങനെ ഇത് സ്വാമി ഇത് കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇരിക്കാനാണ് തോന്നുന്നത്? കേട്ടില്ലേ? അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇരിക്കാൻ തോന്നുന്നു എങ്കിൽ ഈ കണ്ടത് ഉള്ളതാണെന്നും അതെന്നെ ശല്യം ചെയ്യുന്നുവെന്നും അതിനെ എനിക്ക് നിരാകരിക്കണം എന്നും നമ്മൾ തീരുമാനിച്ചു കളഞ്ഞു. വ്യക്തമാകുന്നുണ്ടോ? ഇതാണ് കംഫർട്ടബിളായി തോന്നുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ ഇത് വീട്ടിലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. വീട്ടിലുള്ളവരെ എവിടെ ഇരിക്കണു? മനസ്സിലായില്ലേ? അവിടെ കുറച്ച് അബദ്ധം പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് നിങ്ങൾ എവിടെ ഓടിപ്പോവണ്ട, എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നിട്ട് ഞാൻ സർവവ്യാപിയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക തന്നെയാണ് വേണ്ടതെന്ന്. മനസ്സിലാവണല്ലേ? അപ്പം ലോകം അലോസരമായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ ലോകത്തിന് ഉണ്മ അംഗീകരിച്ച് നൽകിയിരിക്കുന്നു. കേട്ടില്ലേ? അതുള്ളതാണെങ്കിൽ അതിനെ നിരാകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർമ്മയോഗം പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. വ്യക്തമാവുന്നില്ലേ? എന്തുകൊണ്ട് കർമ്മയോഗം? കർമ്മഫല പ്രതീക്ഷയില്ലാതിരിക്കുന്നതോ കർമ്മഫലം വേണ്ടാന്ന് വയ്ക്കുന്നതോ അനാസ്ഥയിലേക്കോ ആലസ്യത്തിലേക്കോ പോകുന്നതൊന്നുമല്ല പ്രധാനം. സകലമാന കർമ്മങ്ങൾ നടക്കുമ്പോഴും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ചടുലമായി കർമ്മരംഗത്ത് വർത്തിച്ചു കൊണ്ട് തന്നെ അറിയലാണ് കർമ്മയോഗത്തിൻ്റെ ഉപദേശം കൊണ്ട് ഉദ്ദേശിച്ചത്. കർമ്മണി അകർമ്മയഃ പശ്യേത്. കർമ്മമധ്യത്തിൽ അകർമ്മത്തെ കാണണം. അപ്പോൾ ലോകത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചു പോയി. ബോധ്യമുണ്ടോ? മനസ്സിലാവുന്നില്ലെങ്കിൽ പരിഭ്രമിക്കേണ്ട. ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ സർവകമാണെന്നും സർവവ്യാപിയാണെന്നും സർവത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഞാനാണെന്നും ധരിക്കുക, ധ്യാനിക്കുക. എന്നിട്ടോ ലോകത്തിലേക്ക് ഇറങ്ങുക. വർത്തമാനത്തോട് നീതി പുലർത്തിക്കൊണ്ട് വർത്തിക്കുക. അതിൽ നമ്മുടെ സങ്കുചിതമായ രാഗദ്വേഷങ്ങൾ എങ്ങനെ കൈകടത്തുന്നു എന്നുള്ളത് ജാഗ്രതയോടെ തിരിച്ചറിയുക. എൻ്റെ ഒരു വീക്ഷണത്തിന്
വിരുദ്ധമായിട്ട് മറ്റൊരാളൊരു അഭിപ്രായം പറയുമ്പോൾ അത് എന്നിലുണ്ടാക്കുന്ന അസഹനീയതയെ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ അയാൾക്കും അതേ പ്രകാരത്തിലുള്ള അസഹനീയത ഉണ്ടാക്കുന്നുണ്ടല്ലോ, എനിക്ക് എൻ്റെ അഭിപ്രായം പ്രിയങ്കരമായിരിക്കുന്നത് പോലെ അയാൾക്ക് അയാളുടെ അഭിപ്രായവും പ്രിയങ്കരമായിരിക്കുന്നുവല്ലോ, എനിക്ക് എൻ്റെ അഭിപ്രായം പ്രിയങ്കരമായിരിക്കുന്നത് പോലെ അയാൾക്ക് അയാളുടെ അഭിപ്രായം പ്രിയങ്കരമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാളുടെ അഭിപ്രായം എനിക്കും പ്രിയങ്കരമായി തീരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് മനസ്സ് സ്വസ്ഥമാവുക. അല്ലാതെ നമ്മുടെ ഈ പിടിവാശിയും സ്വകാര്യ അജണ്ടയൊന്നും വെച്ചിരുന്ന കർമ്മയോഗം വിജയിക്കില്ല. അതുകൊണ്ടാണ് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നത്. മനസ്സിലായില്ലേ? പകരം വന്നിരുന്നുകൊണ്ട് ഞാൻ എന്തൊക്കെയായാലും ശരി അദ്വൈത സ്വരൂപിയാണ്, പക്ഷെ പുറത്തിറങ്ങിയാൽ പറ്റില്ല, തട്ടലും മുട്ടലും പ്രശ്നം അല്ലേ? ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അദ്വൈത സ്വരൂപിയാണ് ധ്യാനിക്കുമ്പോൾ വളരെ സുഖമുണ്ട്. എന്താ കാരണം? മനസ്സ് ഫങ്ഷൻ ചെയ്യണില്ല, അതാ കാരണം. പുറത്തിറങ്ങുമ്പോഴേക്ക് വാസനയൊക്കെ കൂടി അങ്ങോട്ട് വരായി, അപ്പം ഏറ്റുമുട്ടലായി. അപ്പം ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് മനസ്സിലാക്കിയവർ തന്നെ ആ ഈശ്വരൻ്റെ പ്രകടനത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നു. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ടാണ് സാമ്യബുദ്ധി, സമത്വബുദ്ധി ഇതാർജിക്കും വരെ കർമ്മയോഗം. കർമ്മയോഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ മനസ്സിലാക്കുക എന്താ? കർമ്മഫല പ്രതീക്ഷയില്ലായ്മ, കർമ്മഫല പ്രതീക്ഷയില്ലായ്മ. അതല്ല, മറ്റൊരാളുടെ അഭിപ്രായത്തെയും കൂടി അല്ലേ? ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മഹത്തായ സമീപനമുണ്ട്. അവരൻ്റെ വാക്കുകൾ സംഗീതമായി ശ്രവിക്കാൻ സാധിക്കുക. മനസ്സിലായില്ലേ? അവരൻ്റെ വാക്കുകളെ സംഗീതമായിട്ട് ശ്രവിക്കാൻ സാധിക്കണം എന്നാണ്. അപ്പം നമ്മൾ വളരണം എന്നർത്ഥം. അതെങ്ങനെയാണ് വളരുക? നമുക്ക് നമ്മുടെ അഭിപ്രായത്തോടുള്ള ഒരു പ്രിയത മറ്റൊരാൾക്ക് മറ്റൊരാളുടെ അഭിപ്രായത്തോട് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രിയതയുടെയും ഈ പ്രിയതയുടെയും ഐക്യതലം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ വളർന്നത്. വ്യക്തമാവുന്നുണ്ടോ? ഇതാണ് കർമ്മയോഗം കൊണ്ട് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഭാവനയിൽ ഉറപ്പിക്കുക, അതായത് അവരുടെ കോലാഹലങ്ങളെ സംഗീതമായി ശ്രവിക്കാൻ എനിക്ക് സാധിക്കൂ. കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ടെന്നൊന്നും സ്വാമിക്ക് അറിയില്ല, പക്ഷേ അവർ പറയുന്ന കൂട്ടത്തിൽ ഇത് പറയാറുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ആശയം തന്നെ അല്ലേ? അഹം അദ്വയ. ഓക്കെ, ഇനിയോ ദേശകാലാന്യവസ്ഥൂനാം കൽപ്പിതത്വാച്ച മായയാ ന ദേശാധികൃതോ അന്തഃ അസ്തി ബ്രഹ്മാനന്ദ്യം സ്ഫുടം തതഃ. ബ്രഹ്മാനന്ദ്യം സ്ഫുടം തതഃ. ദേശകാലാന്യവസ്ഥൂനാം കൽപ്പിതത്വാച്ച മായയാ. ദേശവും കാലവും വസ്തുക്കളൊക്കെ മായ കൊണ്ട് കൽപ്പിതങ്ങളാണ്. ദേശവും കാലവും വസ്തുക്കളൊന്നും ശരിക്കും വസ്തുക്കളല്ല, അതൊക്കെ മായ കൊണ്ട് കൽപ്പിതങ്ങളാണ്. ന ദേശാധികൃതോ അന്തഃ അസ്തി. അതുകൊണ്ട് തന്നെ ദേശാദികളെ കൊണ്ടുള്ള, ദേശം കാലം ഇവ കൊണ്ടുള്ള അന്തം, പരിമിതി ഒരിക്കലും ബ്രഹ്മത്തിന് ഇല്ല. അതുകൊണ്ട് ബ്രഹ്മത്തിന് എന്ത് സിദ്ധമായി? ബ്രഹ്മാനന്ത്യം സ്ഫുടം. ബ്രഹ്മത്തിൻ്റെ അനന്തത വ്യക്തമായി എന്നർത്ഥം. ഓക്കെ, ഞാനു ആള് പോയില്ലേ? ആള് പിന്നെ നിൽക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നാനു എന്താ കുഴപ്പം? സ്ഥൂലോഹം, ഞാൻ നല്ല തടിച്ച ആളാണ്. ആരെ പോലെ? സ്ഥൂലോഹം, കൃശോഹം. നല്ല എക്സാമ്പിളുകൾ തന്നെ. സ്ഥൂലോഹം, കൃശോഹം,
സ്ഥൂല ശരീരയാണ് ഞാൻ, അതേപോലെ കൃശ ഗാത്രനാണ് ഞാൻ, ഗാത്രിയാണ് ഞാൻ. കാണോഹം, കണ്ണ് കാണാത്തവനാണ്. ബധിരോഹം, ചെവി കേൾക്കാത്തവനാണ്. മൂകോഹം, മൂകഹ അഹം, സംസാരിക്കാൻ വയ്യാത്തവനാണ്. ഭുഭുക്ഷിതോഹം, വിശക്കണവനാണ്. പിപാസിതോഹം, ആരെ പറഞ്ഞ സംസ്കൃതം ഒന്നും മനസ്സിലാവില്ല എന്ന് മണിയായിട്ട് പറയണ്ടല്ലോ നിങ്ങൾ. കുറച്ചേ മണിയുള്ളൂ സ്വാമിന്ന്. ദാഹിക്കുന്നവനാണ്. മന്ദോഹം, നിശ്ചിതോഹം. ഇത് ദേഹാദിരൂപേണ അനുഭൂയമാനസ്യ പ്രതീചഃ കഥം ചിതേകരസ ബ്രഹ്മദ ഇത് ആശങ്ക്യ. ഇങ്ങനെ ദേഹാദികളുടെ അനുഭവമൊക്കെ എൻ്റേതാകുന്നു. അപ്പം എങ്ങനെ ഞാൻ ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള ബ്രഹ്മമാകും എന്ന ചോദ്യത്തിന് ദേഹാദീനാം അനാത്മത്വം പ്രത്യേകം സാധയതി. ദേഹാദികളിലെ അനാത്മതയെ പ്രത്യേകം സാധിപ്പിക്കുന്നു. നദേഹോനേന്ദ്രിയം ചാഹം ന പ്രാണോ ന മനോനധി മമതാ പരിരബ്ധത്വാത് ആക്രീഡത്വാദിദം ധിയഃ ന ദേഹോനേന്ദ്രിയം ചാഹം ന പ്രാണോ ന മനോനധി മമതാ പരിരബ്ധത്വാത് ആക്രീഡത്വാദിദം ധിയഃ. ഏതേ ദേഹാദയോ ബുദ്ധിപര്യന്താഃ. ഈ ദേഹാദികൾ ബുദ്ധി വരെ, ദേഹം പ്രാണം ഇന്ദ്രിയം, ദേഹം പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി, അതൊക്കെയല്ലേ ഇപ്പം പറഞ്ഞത്. ദേഹ ഇന്ദ്രിയ പ്രാണ മനോ ധി, ഇത്രയും കാര്യങ്ങൾ. പഞ്ചാപി പദാർത്ഥാഃ, 5 കാര്യങ്ങൾ. അനാത്മന ഇത്യർത്ഥഃ, അനാത്മാവിൻ്റേതാണ്. അനാത്മനഃ ഇത്യർത്ഥഃ, അനാത്മാവിൻ്റേതാണ്. കുത ഇത്യത ആഹ, ഹൗക്കം, അല്ലേ? അതെങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നു. മമത ഇത്യാദിന, അതിലെന്തുണ്ട്? മമതയുണ്ട്. മമത എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്ന പരിഗണനയുണ്ട്. എൻ്റെ ശരീരം, എൻ്റെ പ്രാണൻ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, റൈറ്റ്? അപ്പം എൻ്റേന്ന് കൽപ്പനയുണ്ട്. അപ്പം എൻ്റെ ആത്മാവോ എന്നും പറയാറുണ്ടല്ലോ സ്വാമി. അതിന് ശങ്കരാചാര്യർ ഒരിടത്ത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് രാഹോഹോ ശിരവത്ത് എന്ന് പറയുന്നത് പോലെയാണ്. രാഹുവിൻ്റെ ശിരസ് എന്ന് പറയുന്നതിൽ കാര്യമില്ല, കാരണം രാഹു തന്നെ ശിരസാണ്, അതുപോലെയാണ്. അപ്പോൾ ഇത് അതുമായിട്ട് കൂട്ടിക്കലർത്തത്. കാരണം എൻ്റേതെന്ന് പറയുമ്പോൾ ഞാനൊന്ന് വേണമല്ലോ വ്യത്യാസമായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ, എൻ്റേതെന്ന് പറയുന്നതൊക്കെ എൻ്റെ അറിവിന് വിധേയമാവും. ഓക്കെ, അപ്പം എനിക്കറിയാൻ പറ്റാത്ത അറിയണ ആളാണ് ജ്ഞാനസ്വരൂപിയാണ് ഞാൻ. അപ്പം അങ്ങനെ വേർതിരിച്ച് അറിയണം. എൻ്റേതെന്ന് പറയുന്നതൊക്കെ അനാത്മാവിൻ്റേത്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നു? എനിക്ക് ഒരിക്കലും എന്നെ അറിയാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നു. അഥവാ അറിയേണ്ട കാര്യമില്ല. എൻ്റേതല്ലാത്തത് മുഴുവൻ നിരാകരിച്ചാൽ ശേഷിക്കുന്നതാണ് ഞാൻ ജ്ഞാനസ്വരൂപിയായതുകൊണ്ട് അറിയുക എന്നുള്ളൊരവസ്ഥ വരണ്ട. ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ധ്യാന സൂചകങ്ങളാണേ.
ധ്യാനിക്കണം ഇത് വെച്ചിട്ട്. അപ്പോൾ ന ദേഹോ നേന്ദ്രിയം ചാഹം ന പ്രാണോ ന മനോ ന ധീ ന ദേഹ, ഞാൻ ദേഹമാകുന്നില്ല, ഇന്ദ്രിയമാകുന്നില്ല, അഹം ന പ്രാണ, പ്രാണൻ ഞാനല്ല, ന മനഃ, മനസ്സും ഞാനല്ല, ന ധീഹി, ധീ പറഞ്ഞ ബുദ്ധി, ബുദ്ധിയും ഞാനല്ല. എന്തുകൊണ്ട്? മമതാ പരിരബ്ധത്വാത്, മമ ഇത്യാദിന മമ ഇതി ബുദ്ധിയ പരിരബ്ധത്വാത് ആലിംഗിതത്വാത്, എൻ്റേത് എന്ന പ്രകാരത്തിൽ സ്വീകരിക്കപ്പെട്ടതുകൊണ്ട്, ആലിംഗനം ചെയ്യപ്പെട്ടതുകൊണ്ട് ഇത് ഞാൻ അല്ല. ഓക്കെ. വിഷയീകൃതത്വാത് ഇത് യാവത്, എനിക്ക് വിഷയമാണ്, എൻ്റെ ശരീരം എനിക്ക് വിഷയമല്ലേ, എൻ്റെ മനസ്സിലെ ചിന്തകളുടെ പ്രവാഹം എനിക്ക് വിഷയമാണ്, എൻ്റെ ബുദ്ധിയുടെ അറിവും അറിവില്ലായ്മയും എനിക്ക് വിഷയമാണ്. ആക്രീഡത്വാത് ഇദം ധിയഃ, ഇദം ധിയഃ, ഇത് എന്ന ബുദ്ധിയുടെ കേളീരംഗമാണിത്. ലീലാസ്ഥാനത്വാത്, ഇതം എന്ന ബുദ്ധിക്ക് കളിക്കാനുള്ള ഫീൽഡാണിത്. ഏത്? ശരീരാദികൾ എന്താണ്, ബുദ്ധി തൊട്ട് ശരീരാദികൾക്കും അപ്പുറത്ത് ഈ ലോകം മുഴുവൻ. ഇതിനെയൊക്കെ നമ്മൾ ഇത് 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 എന്ന് പറയുന്നു, എൻ്റേത് എന്ന് പറയുന്നു, ഇത് എന്ന് പറയുന്നു. റൈറ്റ്? ഞാൻ എന്ന വിശേഷണത്തിന് ഇതൊന്നും വിധേയമാകുന്നില്ല, അല്ലെങ്കിൽ യോഗ്യമല്ല. വ്യക്തമാവുന്നുണ്ടോ? പണ്ട് കുട്ടികളുടെ ഇടയിൽ ഒരു കളി ഉണ്ടായിരുന്നു, എന്നെ തൊട്ടാ 10 റുപ്യ. അത് മറ്റേ ഓടി വന്നിട്ട് തൊടും 10 റുപ്യ തരൂ, എൻ്റെ കൈയല്ലേ തൊട്ടത് അല്ലേ? അപ്പം ഇങ്ങനെ തൊടുമ്പോഴോ, എൻ്റെ നെഞ്ചല്ലേ തൊട്ടുള്ളൂ, എന്നെ തൊടുക. കെട്ടിപ്പിടിച്ചാലോ, എൻ്റെ ശരീരമല്ലേ തൊട്ടുള്ളൂ. വലിയ വേദാന്ത കളിയാ. കളിയിലടക്കം വേദാന്താണ് എന്ന് പറയും. ഇന്നിപ്പോൾ വേദാന്തത്തെ കളിയാക്കലായി. അല്ല, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവാണ്? രാവിലെ തന്നെ എവിടെ വയലും പള്ളി, ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ തിരക്കില്ല, അവിടെ വരും. ശരിയല്ലേ? ഇപ്പോൾ വേദാന്തത്തെ കളിയാക്കാൻ തുടങ്ങി. പണ്ട് കളിയിൽ വേദാന്തമായിരുന്നു എന്നർത്ഥം. എന്തൊരന്തരം. അപ്പം മമതാ പരിരബ്ധത്വാത്, മമതയാൽ ആലിംഗനം ചെയ്യപ്പെട്ടതാണിത്. എൻ്റേത് എന്നുള്ള വിശേഷണത്തിൽ, ഇതം എന്നുള്ള വിശേഷണത്തിൻ്റെ കേളീരംഗമാണ്. ആശയം മനസ്സിലായോ? ഇപ്പം ചുരുക്കത്തിൽ എൻ്റേത് എന്ന് പറയുന്നതൊന്നും ഞാനല്ല. അപ്പം ഞാനിന് ഒരു നിർവചനം കൊടുത്തിട്ട് ധ്യാനിക്കാം. എന്താ ഞാനിനുള്ള നിർവചനം? എൻ്റേതെന്ന് പറയാൻ പറ്റുന്നതും എൻ്റേതെന്ന് പറയാൻ പറ്റാത്തതും മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്നതാണ് ഞാൻ. എൻ്റേതെന്ന് പറയാൻ പറ്റുന്നതും എൻ്റേതെന്ന് പറയാൻ പറ്റാത്തതും മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്നതാണ് ഞാൻ. ന ദേഹോനേന്ദ്രിയം ചാഹം ന പ്രാണോ ന മനോ ന ധീ മമതാ പരിരബ്ധത്വാത് ആക്രീഡത്വാദിദം ധിയഃ. എന്തുപറ്റി? സാക്ഷി സർവാൻവിത പ്രേയാൻ അഹം നാഹം കദാചന പരിണാമ പരിച്ഛേദ പരിതാപൈരുപപ്ലവാത്. സാക്ഷി സർവാൻവിത പ്രേയാൻ അഹം നാഹം കദാചന പരിണാമ പരിച്ഛേദ പരിതാപൈരുപപ്ലവാത്. വിഷയത്തിലേക്ക് വരട്ടെ എന്ന് പറയാം. അതെന്നെ സ്വാമി ഞങ്ങൾക്കും പറയാനുള്ളത്. ശരിക്കും എന്താ കൺഫ്യൂഷൻ? 2 ഞാനുണ്ട്. ഓക്കെ, അങ്ങനെ വഴിക്ക് വരട്ടെ. ഏതൊക്കെയാണ്? ഒന്ന് സാക്ഷി അഹം.
സർവാന്വിതനാണത്, പ്രിയനാണ്. അപ്പോൾ പ്രിയവും സർവാന്വിതവുമായിട്ടുള്ള സാക്ഷി എന്ന ഒരു ഞാൻ. ഓക്കെ, എല്ലാ അനുഭവങ്ങൾക്കും കേന്ദ്രമായിട്ടുള്ള സാക്ഷി സ്വരൂപിയായിട്ടുള്ള ഞാൻ. പിന്നെ ഒരു ഞാനുണ്ട്, പരിണാമ പരിച്ഛേദ പരിതാപൈഹി ഉപപ്ലവാത്. പരിണാമം മോഡിഫിക്കേഷൻസ്, മാറ്റങ്ങൾ. പരിച്ഛേദം പരിമിതി, ലിമിറ്റേഷൻസ്. പരിതാപം ദുഃഖം. അപ്പോൾ ഇത് മൂന്നുള്ള പരിണാമ പരിച്ഛേദാദികളുള്ള ഇനിയും വേറെ എന്തെങ്കിലും ഇനിയും വേറെ പലതും പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഞാൻ ഒരു വശത്ത്, മറുവശത്തോ സാക്ഷിയും സർവാന്വിതവും പ്രിയവുമായിട്ടുള്ള ഞാനും. ഓക്കെ, ദ്വാസുപർണ സയുജ സഖായോ. രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിലിരിക്കുന്ന കഥ മുണ്ടകോപനിഷത്തിൽ പറയും. താല്പര്യമുള്ളവർ പഠിക്കണേ. തയോരന്യ പിപ്പലം സാധ്വത്തി അനശ്നൻ അന്യൻ അന്യഹ അഭിചാകശീതി. അതിലൊരു പക്ഷി എന്ത് ചെയ്യണു? പിപ്പലം സാധ്വത്തി, ഈ വൃക്ഷത്തിലെ പഴങ്ങൾ കൊത്തി തിന്നുന്നു. ഒന്ന് മധുരം, ഒന്ന് കയ്പ്. അല്ലേ? ഇങ്ങനെ ജീവിതാനുഭവങ്ങൾ നുകരുന്ന ഒരു ഞാൻ. മറ്റേതോ അനശ്നൻ അന്യ കഴിക്കാതെ മറ്റേ പക്ഷി എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നോക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പഴം തിന്നുന്ന തിരക്കിൽ താഴെ ഇരിക്കുന്ന പക്ഷി ഒരു നിമിഷം മുകളിലേക്ക് നോക്കിപ്പോയി. മറ്റേ പക്ഷിയെ കണ്ടതോടെ വല്ലാത്തൊരു അത്ഭുതവും സന്തോഷവും നിർവൃത്തിയും. താഴെ ഇരിക്കുന്ന പക്ഷി പാറി 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 മുകളിലിരിക്കുന്ന പക്ഷിയെ സമീപിച്ചതോടെ ഈ പക്ഷി ഇല്ലാതായി. ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെയും പാത ആവേണ്ടത്. ഓക്കെ, സാക്ഷി സർവാന്വിതപ്രേയൻ അഹം നാഹം കഥാചന. സാക്ഷിയും സർവാന്വിതനും പ്രിയങ്കരനുമായ അഹമാണ് ശരിക്കുള്ള അഹം. നാഹം കഥാചന, ഒരിക്കലും ഞാനല്ല. ഏതല്ല? പരിണാമ പരിച്ഛേദ പരിതാപൈഹി ഉപപ്ലവാത്. പരിണാമ പരിച്ഛേദങ്ങളാൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഞാനല്ല ഞാൻ. വ്യക്തമായോ? രണ്ട് ഞാനെയും വകതിരിച്ചറിയൂ എന്ന് പറയാം. അമ്മ പറയുന്ന പോലെ ഇത്തിരി വകതിരിവൊക്കെ ഉണ്ടാവട്ടെ എന്ന്. എന്താ വകതിരിച്ചറിയേണ്ടത്? ഞാൻ ഒന്ന് സാക്ഷിയാണ്, സർവാന്വിതമാണ്, പ്രിയമാണ്. മറ്റേതോ പരിണാമം, നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. പരിച്ഛേദം, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പരിതാപം, ദുഃഖങ്ങളുണ്ട്. ഇതിനാൽ നിരന്തരം ഉപപ്ലവം, പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയും. കൊച്ചു കുട്ടികൾക്ക് തന്നെ ഈ പാഠം മനസ്സിലാവുന്ന ഭാഷയിൽ പങ്കുവെച്ച് കൊടുത്താൽ അവർ പീഡനങ്ങൾക്ക് വിധേയമാവില്ല. പീഡനം എന്നുള്ളത് ഇവിടെ ദുഃഖാദികൾ എന്നർത്ഥം. ലേറ്റസ്റ്റ് പീഡനവും. മനസ്സിലായില്ലേ? കാരണം തൻ്റെ ഇടം ഇല്ല. തൻ്റെ ഇടം ഇല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം. മനസ്സിലായില്ലേ? ഞാൻ ആരാന്ന് പിടിയില്ല. ഞാൻ ഇതാണെന്ന് വിചാരിക്കുമ്പോൾ താരതമ്യം, റിലേറ്റീവ് എൻറ്റിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായ ഉണ്മയിൽ താരതമ്യ ഭേദങ്ങളുണ്ടാവും. അപ്പോഴാണ് പിടിച്ചടക്കാനും ഒക്കെ ആയിട്ട് പോവുക എന്നർത്ഥം. തൻ്റെ ഇടം വന്നു കഴിഞ്ഞാലോ, തൻ്റെ ഇടത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാലോ പിന്നെ നെവർ മൈൻഡ് എന്നർത്ഥം. മനസ്സിലാവണില്ലേ? പഠിക്കുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക, പ്രചരിപ്പിക്കുക. വിൽ യു ഡു ദീസ്? Can you do this? So what we have to say? I can, I will, and I must.